ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം പ്രിലിംസ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. പ്രിലിംസ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം കുഞ്ഞു സിലബസ് എഴുതുന്നാൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ആയിട്ട് പഠിക്കുന്ന. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ 10th പ്രിലിംസ് എക്സാമിനായിട്ട് ചോദിച്ചിട്ടുള്ള ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ടോപ്പിക് ബേസ്ഡ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ 10th പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ചെറു ഭരണഘടന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുള്ളതാണ് 42ാമത്തെ ഭേദഗതി അല്ലെ. 1976 42ാം ഭേദഗതിയാണ് ആൻസർ വരുന്നത്. അതായത് എല്ലാ പ്രിലിംസിനും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ കാണാവുന്ന ഒരു ചോദ്യമാണ് ഇത്. മൗലിക കടമകളെ കുറിച്ച് അല്ലെങ്കിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഭേദഗതികൾ ഏതാണെന്നുള്ളത്. അപ്പൊ ഇത് ഒന്ന് നോക്കി വെക്കുക. അതായത് ഒട്ടും ബേസ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, അപ്പം ആദ്യം കൂട്ടിച്ചേർത്ത സമയത്ത്, അതായത് 1976 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കുന്നത് അല്ലെ. കൂട്ടിച്ചേർത്ത സമയത്ത് 10 കടമകളായിരുന്നു ആഡ് ചെയ്തത്. അതും സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. എക്സ്ക്യൂസ് ചെയ്യാട്ടോ, കോൾഡ് ഉണ്ട്. ഓക്കെ, അപ്പം അതിന് മുന്നേ, അതായത് 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്ന സമയത്ത് നമുക്ക് മൗലിക കടമകൾ ഉണ്ടോ? ഭരണഘടനയിൽ ഇല്ല. എന്നാൽ 76 42ാം ഭേദഗതിയിലൂടെ 10 കടമകൾ കൂട്ടിച്ചേർത്തു. എന്നാൽ നിലവിൽ എത്ര കടമകളാന്ന് ചോദിച്ചാൽ 11 കടമകൾ. അതായത് 2002 86ാം ഭേദഗതിയിലൂടെ 11ാം കടമയെ കൂട്ടിച്ചേർത്തു. ഓർത്തു വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? നോക്കാം. ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം. ആയിരുന്നോ? അല്ല. നമുക്കറിയാം ഭാരത് വിധാത എന്നാണ് ആദ്യകാല നാമം. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ്. ശരിയാണ്. 1950 ജനുവരി 26 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. അല്ല, ജനുവരി 24 മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. അല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1911 കൊൽക്കത്ത സമ്മേളനം തന്നെയാണ്. പക്ഷെ എവിടെ വെച്ച് നടന്നിട്ടുള്ള ആരധ്യക്ഷനായിട്ടുള്ള കൊൽക്കത്ത സമ്മേളനമാണ്? BN ഡർ അധ്യക്ഷനായിട്ടുള്ള കൊൽക്കത്ത സമ്മേളനമാണ്. നമ്മളോട് ഇവിടെ ചോദിച്ചത് ശരിയല്ലാത്തവ ഏതൊക്കെയാണ് അല്ലെ. 1, 3, 4 ഓപ്ഷൻ A ആണ് വരുന്നത്. പെട്ടെന്ന് കാണുന്ന സമയത്ത് ഭാഗ്യവിധാത എന്നുള്ള ഭാരത് വിധാത എന്നൊക്കെ വായിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്ത. അത് മാത്രമല്ല, ഇവിടെ ചോദിച്ചത് ശരിയല്ലാത്തവ ഏതാണ്, അതായത് തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ക്ലിയർ അല്ലേ? ഓൾറെഡി നമ്മൾ ദേശീയ ഗാനം ദേശീയ ഗീതം വീഡിയോ ചെയ്തത് കൊണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഞാനിവിടെ പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ ഒന്ന് പോയി കാണാൻ ഞാൻ ഈ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിടാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ശരിയായവയാണ് ചോദിച്ചത്. തിരശ്ചീനമായ മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. ഓക്കെ, ശരിയാണ്. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. ശരിയാണ്. ഇനി നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്തായിരുന്നു? നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ഇവിടെ ഓക്കെയാണ്, 3:2 ആണ്. പക്ഷെ എന്തല്ല, ഏറ്റവും ഉയർന്ന അളവ് ഇതല്ല. ഇനി ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. നിർമ്മിക്കുന്ന യൂണിറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ KKGSS എന്ന് പറയും. എന്താണ്? കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം അല്ലെ, നമ്മുടെ ഹൂബ്ലിയിലുള്ള. എന്നാൽ നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത് ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ്. ഓർമ്മിച്ചു വെക്കണേ. അപ്പൊ ശരിയായവ ഏതൊക്കെയാണെന്ന് ചോദിച്ചത് 1, 2, പിന്നെ 4 അല്ലെ. ഓപ്ഷൻ A ആണ് ആൻസർ വരുന്നത്. നമുക്ക് അറിയാവുന്നതാണ് 2002 ജനുവരി 26 ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന്. ഓർമ്മിക്കണേ, 2002 ജനുവരി 26. ഈ ഇന്ത്യൻ ഫ്ലാഗ് കോഡിൽ 3 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗം പറയുന്നത് ജനറൽ കാര്യങ്ങളെ കുറിച്ചാണ്.
ഇന്ത്യൻ പതാക എങ്ങനെയായിരിക്കണം? മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച. ഇത് കറക്റ്റ് 3 ബോക്സുകളും, അതായത് കുങ്കുമം, വെള്ള, പച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 ബോക്സുകളും സെയിം വിഡ്ത്തിലും ബ്രെഡ്ത്തിലും തന്നെ ആയിരിക്കണം. പിന്നെ അതിൽ നടുക്ക് കൃത്യമായിട്ട് 2 സൈഡിലും കാണുന്ന പോലെ തന്നെ അശോക ചക്രം പ്ലേസ് ചെയ്തിരിക്കണം. അതിന് 24 ആരക്കാലുകൾ ഉണ്ടായിരിക്കണം. പിന്നെ കൈ കൊണ്ടുണ്ടായി, അതായത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് വേണമെങ്കിൽ നിർമ്മിക്കാൻ എന്നൊക്കെയുള്ള കുറെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പാർട്ട് 1 പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക് പാർട്ട് 1. ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ ആണ് നമ്മൾ നോക്കുന്നത് 2002. ഫ്ലാഗ് കോഡിൽ പാർട്ട് 1 പറയുന്നത് എന്താ? ജനറൽ കാര്യങ്ങളാണ്. നാഷണൽ ഫ്ലാഗ് ഷാൽ ബി ട്രൈ കളർ പാനൽ മെയ്ഡ് അപ്പ് ഓഫ് 3 റെക്ടാങ്കുലർ പാനൽസ് ഓർ സബ് പാനൽസ് ഓഫ് ഈക്വൽ വിഡ്സ്. ടോപ്പ് പാനലിൽ സാഫ്രോൺ, മിഡിലില് പിന്നെ വൈറ്റ്, പിന്നെ താഴെ ഗ്രീന്. മിഡിൽ പാനൽ വൈറ്റ് ആയിരിക്കണം. 2 സൈഡിലും കാണുന്നത് പോലെ തന്നെ അശോക ചക്ര, 24 അരക്കാലുകളുള്ള അശോക ചക്ര പ്ലേസ് ചെയ്തിരിക്കണം. തുടങ്ങിയ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജനറൽ കാര്യങ്ങളാണ് പാർട്ട് 1 പറയുന്നത്. ഓക്കെ, ഇതിൽ തന്നെയാണ് എത്ര അളവിൽ പതാക നിർമ്മിക്കാമെന്നും ഇനി ഏതൊക്കെ ഇതിൽ എങ്ങനെയുള്ള പതാകകളാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നോക്കാം എത്ര അളവിലാ പതാക നിർമ്മിക്കുന്നത്. 9 സ്റ്റാൻഡേർഡ് അളവുകളാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും ചെറിയ അളവ് മില്ലിമീറ്ററിലാണ് പറയുന്നത്. 150 മില്ലിമീറ്റർ, 100 മില്ലിമീറ്റർ, അതായത് 3:2 അല്ലേ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ 150, 100 ഇതാണ് ഏറ്റവും ചെറിയ അളവ്. ഏറ്റവും വലിയ അളവ് എന്ന് പറയുന്നത് 6300, 4200 മില്ലിമീറ്ററിലാണെന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുന്ന ഡിജിറ്റ് സെയിം ആണെങ്കിലും മെഷർമെന്റ് മില്ലിമീറ്റർ ആണോ കൂടെ എന്നുള്ളത് നോക്കുക. ചിലപ്പോൾ PSC നമ്മൾ ഇന്ന് ട്രിക്ക് ചെയ്താലോ. ഓക്കെ, അപ്പോൾ 9 സ്റ്റാൻഡേർഡ് അളവിലാണുള്ളത്. അതിൽ ഏറ്റവും ചെറിയ അളവ് 150, 100, വലിയ അളവ് 6300, പിന്നെ 3:2 എന്നാണെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ 4200 ആണ് എന്നുള്ളത് അല്ലെ. ഇനി 9 അളവുകൾ ഇവിടെ പറയുന്നതിൽ നോക്കാം. 450, 300 ഇത്രയും ഈ ഒരു സൈസിലുള്ള ഫ്ലാഗ് VVIPമാരുടെ എയർക്രാഫ്റ്റുകളിൽ വെക്കുന്നതാണ്. ചോദിച്ചിട്ടുള്ളതാണ് പ്രിലിംസിന് തന്നെ. ഇനി 225, 150 മില്ലിമീറ്റർ സൈസിലുള്ളത് മോട്ടോർ കാറുകളിൽ വെക്കുന്നതാണ്. ഇപ്പൊ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പിന്നെ നമ്മളെ ചീഫ് ജസ്റ്റിസ്, പിന്നെ ഗവർണർമാര്, മന്ത്രിമാര്, ഇവരുടെയൊക്കെ കാറുകളിൽ, മോട്ടോർ കാറുകളിൽ നമ്മൾ കാണുന്നില്ലേ ഫ്ലാഗ്, അതിന്റെ സൈസാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും ചെറിയ സൈസ് 150, 100 എന്ന് പറയുന്നത് ടേബിൾ ഫ്ലാഗ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പം എയർക്രാഫ്റ്റിൽ ഏതാണ് 450, 300. മോട്ടോർ കാറുകളിൽ 225, 150. ഏറ്റവും ചെറിയ സൈസ് 150, 100 ആണ് ടേബിളിലൊക്കെ വെക്കുന്നത്, പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഓർമ്മിച്ച് വെക്കാട്ടോ. 9 സ്റ്റാൻഡേർഡ് അളവുകളാണ് ഇത് പറയുന്നത്. ഫ്ലാഗ് കോഡിൽ പാർട്ട് 1 3 ഭാഗങ്ങളല്ലേ ഉള്ളത്. ഇനി രണ്ടാമത്തെ ഭാഗം അതൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണേ. ചെറിയ അളവ് എയർക്രാഫ്റ്റിൽ, മോട്ടോർ കാറിൽ, ടേബിൾ ഫ്ലാഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പാർട്ട് 2 പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് ഓർഗനൈസേഷൻ, അതായത് സ്ഥാപനങ്ങൾ, ഓരോരോ സംഘടനകൾ, പബ്ലിക് ആയിട്ടുള്ള, അതായത് പൊതു ആയിട്ടുള്ളതും സ്വകാര്യ സംഘടനകളും ഒക്കെ ആണെങ്കിലും അവർ ഫ്ലാഗിനോട് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഫ്ലാഗ് ഉയർത്തുന്ന സമയത്ത് പാലിക്കേണ്ട കാര്യങ്ങളും അതിനോട് കാണിക്കേണ്ട റെസ്പെക്റ്റിനെ കുറിച്ചും പോലുള്ള കാര്യങ്ങളൊക്കെയാണ് പാർട്ട് 2 പറയുന്നത്. പാർട്ട് 3 പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് കീഴിലുള്ള ഓർഗനൈസേഷനും പിന്നെ ഗവൺമെന്റും ഫ്ലാഗിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ അല്ലേ. അപ്പം ഭാഗങ്ങൾ എത്ര എണ്ണാണ്? 3 ഭാഗങ്ങളാണുള്ളത്. പാർട്ട് 1 ജനറൽ കാര്യങ്ങൾ, പാർട്ട് 2 നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ, അതായത് പൊതു സ്വകാര്യ മേഖലയിലുള്ള രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് പറയുന്നത്. ഇനി ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് 3ാം ഭാഗത്തിലാണ്. ക്ലിയർ അല്ലേ. ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? നമുക്കറിയാവുന്ന കാര്യമാണ്. ആനന്ദമഠം എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനാണ് എന്തെടുത്തിട്ടുള്ളത്? വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ബംഗാളി ഭാഷയിലാണ്, ഓർമ്മിച്ചു വെക്കുക. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 3 കൃതികളും ആരുടേത് തന്നെയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടേത് തന്നെയാണ്. അപ്പൊ ഓർത്തു വെക്കാം ഏതൊക്കെ? ദുർഗേശ നന്ദിനി, കപാലകുണ്ടല, വൃഷവൃക്ഷം, ഇതൊക്കെ ആരുടേതാണ്? നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ തന്നെയാണ്. ആനന്ദമഠം എഴുതിയിട്ടുള്ളത് 1882 ഓക്കെ, ഇവിടെ നോക്കിക്കേ. എന്താ കപാലകുണ്ടല 1866, ദുർഗേശ നന്ദിനി 1865, ദ പോയ്സൺ ട്രീ വിഷവൃക്ഷം 1884. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കട്ടെ. ഇതൊക്കെ ആരുടെ കൃതികൾ തന്നെയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതികൾ തന്നെയാണെന്നുള്ള ഓർത്ത് വയ്ക്കാം. അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായതാണ് ചോദിച്ചത്.
21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയത്. ശരിയാണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ് വിദ്യാഭ്യാസ അവകാശം. 6 മുതൽ 14 വയസ്സിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസവും സൗജന്യവും നിർബന്ധിതവും. ശരിയാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ട രാഷ്ട്രത്തിന്റെ കർത്തവ്യമാണ്. നിലവിൽ വന്നത് 2004 ഓഗസ്റ്റ് 4, 2009 ഓഗസ്റ്റ് 4 2010 ഏപ്രിൽ 1. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. അപ്പൊ ഇതില് നമ്മളോട് ചോദിച്ചത് ശരിയായതാ. അപ്പൊ ഏതൊക്കെയാ? പ്രസ്താവന 1, 2, 3. നാലാമത്തെ പ്രസ്താവന തെറ്റാണ് അല്ലെ. 2010 ഏപ്രിൽ 1 നിലവിൽ വന്നിട്ടുള്ളത്. ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഏത് ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്? 86 ഭേദഗതി അല്ലെ. 2002 86 ഭേദഗതി. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയ സമയത്ത് കുറെ ക്വസ്റ്റ്യൻസ് മനുഷ്യാവകാശ കമ്മീഷനായിട്ട് വിവരാവകാശ കമ്മീഷൻ നമുക്കറിയാം സിലബസിലുള്ളതുകൊണ്ട് തന്നെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിലവിലുള്ള വ്യക്തി ആരാന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം 2 പോസ്റ്റും അത് നിലവിലുള്ള ചെയർമാൻ മാറിയിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പുതിയൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് ക്യാൻസൽ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഓർമ്മിക്കണം, എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. നിലവിലുള്ള ചെയർമാനും പഴയ മുൻ ചെയർമാനും ഒക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷന്റെയും ആദ്യ ചെയർമാനും നിലവിലുള്ള ചെയർമാനും ചെയർമാൻമാരുടെ ലിസ്റ്റും അതിന്റെ ക്രമം ആ ഒരു അസെൻഡിങ് ഓർഡറിലൊന്ന് പഠിച്ചു വയ്ക്കാം. ഇവിടെ നമുക്കറിയാം രംഗനാഥ മിശ്ര ഉണ്ട്, രാജേന്ദ്ര ബാബു, വെങ്കിട്ട ചെല്ലയ്യ, ഓക്കെ, ഇതൊക്കെ ഉണ്ട്. നമ്മളോട് ചെയർമാൻ പദവി വഹിച്ചിട്ടില്ലാത്തതായിരുന്നാ ചോദിച്ചത്. അപ്പൊ ഇതിൽ ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതുവരെ മനുഷ്യാവകാശ കമ്മീഷന്റെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ പദവി വഹിച്ചവരാരൊക്കെയാണെന്ന്. ഫസ്റ്റ് നമുക്കറിയാം രംഗനാഥ മിശ്ര, പിന്നെ വെങ്കിട്ട ചെല്ലയ്യ, JS വർമ്മ, AS ആനന്ദ്, S രാജേന്ദ്ര ബാബു, പിന്നെ KG ബാലകൃഷ്ണൻ. നമുക്കറിയാം മലയാളിയായിരുന്നു ആര്? KG ബാലകൃഷ്ണൻ അല്ലെ. HL ദത്തു, പിന്നെ അരുൺകുമാർ മിശ്ര. 8ാമത്തെ വ്യക്തിയായിരുന്നു അരുൺകുമാർ മിശ്ര. നിലവിൽ ആക്ടിംഗ് ചെയർമാനാണുള്ളത്. ആരാണ്? വിജയഭാരതി സേന്. ഓർമ്മിച്ചു വെക്കട്ടെ. പിന്നെ അരുൺകുമാർ മിശ്രനെ പറ്റി ആലോചിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരായിരുന്നു, അതായത് റിട്ടയർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരായിരുന്നു നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ പദവി വഹിച്ചത്. 2019 മനുഷ്യാവകാശ നിയമ ഭേദഗതി പ്രകാരം ജഡ്ജിമാർക്കും, അതായത് സുപ്രീം കോടതിയിൽ റിട്ടയർഡ് ചെയ്തിട്ടുള്ള ജഡ്ജിമാർക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ പദവി വഹിക്കാൻ കഴിയുന്നതാണ്. അപ്പം റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജായി റിട്ടയർഡ് ആയതിനു ശേഷം ചെയർമാൻ പദവി വഹിക്കുന്ന ആദ്യ വ്യക്തിയാണ് ആര്? അരുൺകുമാർ മിശ്ര. ഓർമ്മിച്ചു വയ്ക്കുക കേട്ടോ. ഇനി സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാഷ് സത്യാർത്ഥിയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനാവുകയും ചെയ്തിട്ടുള്ള വ്യക്തി ആരാണ്? മലാല യൂസഫ്സായി. കൈലാഷ് സത്യാർത്ഥിനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. നമ്മൾ കഴിയെ പഠിക്കുക. ആർട്ടിക്കിൾ 24 ഓർത്താൽ മതി അല്ലെ. ബാലവേല നിരോധനം, രഗ്മാർക്ക് മുദ്ര, കൈലാഷ് സത്യാർത്ഥിയുടെ പ്രവർത്തനത്തിനെ കുറച്ചും കൂടി വൈഡറാക്കിയിട്ടുള്ള സംഘടന ഏതായിരുന്നു? ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഇനി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക നിയമം വന്നിട്ടുള്ളത് ഏതാണ്? ബാലവേല നിരോധന നിയമം 1986 ഇതൊക്കെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകാൻ പാടുള്ളതല്ല. അപ്പൊ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ അതിൽ ആർട്ടിക്കിൾ 28 മതപരമായ സ്വാതന്ത്ര്യത്തിനോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആരാധനയിലൊക്കെ പങ്കെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പറയുന്നത്. ആ 28 ക്ലോസ് 1 പറയുന്നുണ്ട് മതപരമായിട്ടുള്ള ആരാധന എവിടെ പാടില്ല? സർക്കാരിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കണം. 28 ക്ലോസ് 1 ഈ കാര്യം പറയുന്നത്. ക്ലിയർ അല്ലേ? സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന അനുച്ഛേദം. കേന്ദ്രത്തിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന ആർട്ടിക്കിളാണ് 292. സംസ്ഥാനത്തിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് 293. ഓക്കെ, ഓർത്ത് വയ്ക്കാട്ടോ. 293 ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തത് ദേശീയ ഗീതം രചിച്ചതാര്? ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അല്ലെ. ദേശീയ ഗാനം ടാഗോർ, ദേശീയ ഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജി. വീഡിയോ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് എടുത്ത് കാണാം. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. വിവരാവകാശ നിയമം നമ്മൾ പഠിക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയത് 2005 ജൂൺ 15. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12.
വിവരാവകാശ കമ്മീഷനും നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലെ, ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനമല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓർമ്മിച്ചു വെക്കുക. ആസ്ഥാനം CIC ഭവനാണ്. CIC ഭവൻ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ ഭവൻ. എവിടെ? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത്, ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ, ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഭാഗം 3. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. നിങ്ങൾ ആ ഏരിയ ഓർത്ത് വെക്കുക എവിടെ നിന്നൊക്കെയാണ് ഉള്ളത്. അടുത്തത്, ദേശീയ പൈതൃക മൃഗം. ദേശീയ മൃഗം നമുക്കറിയാം ഏതാ? ആദ്യം സിംഹമായിരുന്നു. 1972 വരെ സിംഹമായിരുന്നു. 72-ന് ശേഷം ഏതായിരുന്നു? കടുവയാണ്. എന്നാൽ ഇവിടെ ചോദിച്ചത് ദേശീയ പൈതൃക മൃഗമാണ്. ഏതാ? ആന, എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. കടുവയുടെ ശാസ്ത്രീയ നാമം എന്താ? പാന്തേറ ടൈഗ്രിസ് ആണ്. കടുവ എന്താണ്? പാന്തേറ ടൈഗ്രിസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആന എന്താ? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്, ഏഷ്യൻ എലിഫന്റ്. ഓക്കെ. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? നമുക്കറിയാം, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? ഓർമ്മിക്കുക, പതാക നിയമത്തിലെ പാർട്ട് 1-ൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 24 ആരക്കാലുകളാണ്. ഈ അശോക ചക്രം എവിടുന്നാണ് എടുത്തിട്ടുള്ളത്? സാരാനാഥിലെ ഡീർ പാർക്കിലുള്ള അശോക സ്തംഭത്തിൽ നിന്ന്. അശോക ചക്രം എന്തിനാ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പുരോഗതിനെയാണ്. ഇനി നമ്മളെ മുകളിലെ നിറം എന്താ? കുങ്കുമം. കുങ്കുമം സൂചിപ്പിക്കുന്നത് എന്തിനാ? ധീരത, ത്യാഗം, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന നിറമാണ് കുങ്കുമം. വെള്ള സമത്വം, സമാധാനം, സത്യസന്ധത, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന നിറമാണ് വെള്ള. പച്ച കാണിക്കുന്നത് നമ്മളെ ഫലഭൂഷ്ഠിത, പിന്നെ സമൃദ്ധി, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന നിറമാണ് പച്ച. ഓക്കെ. ഇത് അളവ് ഓർമ്മയുണ്ടല്ലോ, 3:2 എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോയിലാണ്. പിന്നെ നടുക്ക് അശോക ചക്രം, അത് സൂചിപ്പിക്കുന്ന രാജ്യത്തിന്റെ കാലികമായിട്ടുള്ള പുരോഗതിനെയാണ്. അതിന് എത്ര ആരക്കാലുകൾ ഉണ്ടെന്ന് വെച്ചാൽ 24 ആരക്കാലുകളാണ്. ഏതാണ് നിറം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേവി ബ്ലൂ ആണ്, നാവിക നീല. ഓക്കെ. അടുത്തത്, ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാ? പിംഗലി വെങ്കയ്യാണ്. രൂപകൽപ്പന ചെയ്ത വ്യക്തിയും ചോദിച്ചിട്ടുണ്ട്. ആ വ്യക്തി ഏത് സംസ്ഥാനത്തു നിന്നാന്ന് വരെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി ഏതാണ് മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്തത്? മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്തത് ചോദിക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ സ്വത്തവകാശം ഉണ്ടോ എന്ന് നോക്കുക. അത് കാണുന്നില്ലെങ്കിൽ തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? സ്വത്തവകാശം, മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്തത്. എത്ര മൗലികാവകാശം ഉള്ളത്? 6 അല്ലെ? ഭാഗം 3-ലാണ് പറയുന്നത്. ഓക്കെ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം. തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955-ലാണ്. എന്നാൽ ഇപ്പൊ അത് ഉൾപ്പെടുന്നത് സിവിൽ അവകാശ സംരക്ഷണ അല്ലെങ്കിൽ പൗരാവകാശ സംരക്ഷണ നിയമത്തിലാണ്. അതായത് ഈ നിയമം 1976 ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ അയിത്തത്തിന്റെ കാര്യം, അൺടച്ചബിലിറ്റി എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഏതിലാണ്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1976-ലാണ്. ഓർമ്മിച്ചു വെക്കുക കേട്ടോ. ആർട്ടിക്കിൾ ഏതാണ്? അയിത്തത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 അല്ലെ? സമത്വത്തിനുള്ള അവകാശത്തില് ആർട്ടിക്കിൾ 17-ലാണ് തൊട്ടുകൂടായ്മ നിരോധനമൊക്കെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പൗരന്മാരെ നിയമവിരുദ്ധമായ തടങ്കലിൽ വെക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ശരീരം ഹാജരാക്കാൻ വേണ്ടിയിട്ട് അല്ലെ? അതായത് ഹേബിയസ് കോർപ്പസ്. അപ്പൊ റിട്ടുകൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. അതിന്റെ പേർപ്പസ് ആയിരിക്കും അധികവും ചോദിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അധികവും മെയിൻസ് എക്സാമിനാണ് കാണാറുള്ളത്. പക്ഷെ ഈ പ്രിലിംസ് നമുക്ക് എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അധികവും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നെ പ്രതീക്ഷിക്കാം. കുറച്ച് ഈസി ആയിരിക്കും എന്ന് വിചാരിച്ച് ആരും പോകണ്ട. എന്തായാലും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് എന്ന രീതിയിൽ പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും ചേരുംപടി ചേർക്കാനൊക്കെ എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. അതിൽ ശരീരം ഹാജരാക്കുക, മാൻഡമസ് നാം കൽപ്പിക്കുന്നു, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അതിന് മലയാളം കൂടെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം ഇതൊക്കെ ലാറ്റിൻ വേർഡ്സ് ആണല്ലേ. അപ്പൊ അതിന് മലയാളത്തിൽ എന്താ അർത്ഥമാക്കുന്നുള്ള കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് ഈ കാര്യം കേൾക്കുന്ന ഒരാളോടാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. നോക്കാം. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്ന്. ഭരണഘടനാ നിർമ്മാണ സമിതി പതാകയ്ക്കും ദേശീയ ഗാനത്തിനും ദേശീയ ഗീതത്തിനും ദേശീയ ചിഹ്നത്തിനും ഒക്കെ അനുമതി നൽകിയിട്ടുണ്ട് അല്ലെ? അനുമതി നൽകുക മീൻസ് അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ദേശീയ പതാകയെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്നാ? 47 ഓഗസ്റ്റ് 15-ലാണ്. അതിനെ മുന്നേ തന്നെ 47 ജൂലൈ 22-ന് തന്നെ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ പതാകയ്ക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. അപ്പൊ ഓർമ്മിച്ച് വയ്ക്കുക, ദേശീയ പതാകയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് 1947 ജൂലൈ 22-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ നദി അറിയാവുന്ന കാര്യമാണ് അല്ലെ? ഗംഗ. എപ്പോഴാണ് ഗംഗയെ നമ്മുടെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്? 2008
നവംബർ 4-നാണ്. ഓക്കെ, ഇങ്ങനെ വേണം ഓർത്ത് വെച്ചോ. ഗംഗ, ഗംഗ ഡോൾഫിൻ, ആന. ഓക്കെ, ഗംഗ, പിന്നെ ഗംഗാ ഡോൾഫിൻ, ആന. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. അപ്പൊ പൈതൃക മൃഗമായിട്ട് അംഗീകരിച്ചത് എപ്പോഴാ? 2010. എന്നാൽ 2010 ജൂലൈ 15, വേറൊരു ഡേറ്റും കൂടെ പഠിക്കുക. 2010 ജൂലൈ 15 നമ്മുടെ രൂപയുടെ ചിഹ്നം ഓർക്കേണ്ട ഒരു പേര് ഏതാണ്? ഡി ഉദയകുമാർ അല്ലെ. നമ്മുടെ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു ഡി ഉദയകുമാർ. ആ രൂപയുടെ ചിഹ്നത്തിന് നമ്മൾ അംഗീകാരം കൊടുത്തിട്ടുള്ള വർഷമാണ് ഇത് 2010. ഡേറ്റ് ഓർമ്മിച്ച് വെക്കുക, ജൂലൈ 15. അപ്പൊ ഇങ്ങനെ ഓർമ്മിക്കുക, ഗംഗ, ഗംഗാ ഡോൾഫിൻ, ആന. അടുത്തത് ദേശീയ ഗീതം രചിച്ചത്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം 52 സെക്കൻഡ് ആണ്. കുറഞ്ഞ സമയം ചോദിക്കുകയാണെങ്കിൽ 20 സെക്കൻഡ് ആണ്. 1990 വിവരാവകാശത്തിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? MKSS അല്ലെ, മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഓർമ്മിച്ചു വെക്കുക കേട്ടോ. രാജസ്ഥാനിലാണ്. അരുണ റോയിനെയും ഓർത്തു വയ്ക്കാം. അപ്പം മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ട് നിലവിൽ വന്ന നിയമം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. വിവരാവകാശ നിയമമാണ്. ഏതാണ് വർഷം? 2005. അടുത്തത് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് നമ്മൾ ഓൾറെഡി പഠിച്ചു. 150, 100 അല്ല. അതെവിടെ ഉപയോഗിക്കുന്നതാ? ടേബിൾ ഫ്ലാഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും ചെറുതാണ് എന്തായാലും അല്ലെ. ഇത് കാറുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. എവിടെ ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്, 450, 300 mm. ഓർത്ത് വെക്കാം കേട്ടോ. അപ്പം വിമാനങ്ങളിലെ നമ്മൾ പറഞ്ഞു ചെറിയ അളവ് പറഞ്ഞു, വലിയ അളവ് എത്രയായിരുന്നു? 6300, 4200. കൃത്യമായിട്ട് ഓർത്ത് വെക്കണേ. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതായിരുന്നു? വകുപ്പ് ഏതിലാണ്? വകുപ്പ് 8-ലാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നിരസിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ഇന്ത്യയുടെ നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംബന്ധമായിട്ടുള്ള അത്രയ്ക്കും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ വിവരാവകാശ പ്രകാരം ആവശ്യപ്പെടുകയാണെങ്കിൽ വകുപ്പ് 8, അതായത് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 8 പ്രകാരം അവർക്ക് എന്ത് ചെയ്യാം? ഈ അപേക്ഷ നിരസിക്കാനുള്ള അധികാരമുണ്ട്. ഓർമ്മിച്ചു കേട്ടോ, വകുപ്പ് 8. അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ്. ഓക്കെ, ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. മൊത്തം എത്ര അംഗങ്ങളാ? 3 അംഗങ്ങൾ. ഇനി നാഷണൽ ചോദിച്ചാലോ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചാലോ, ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളുമാണ് അല്ലെ. ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങൾ, മൊത്തം 6 പേരാണ്. ഓർത്തു വെക്കേ. ഇനി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്. അപ്പൊ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്നതെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഫസ്റ്റ് സമ്മേളനമാണ് അല്ലെ. ഏതാ ഉദ്ദേശിച്ചത്? 46 ഡിസംബർ 9. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം നടക്കുന്നത്. അതേ സമ്മേളനത്തിൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള അധ്യക്ഷനൊന്നുമില്ല, താൽക്കാലിക അധ്യക്ഷനായിരുന്നു. അതാരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പിന്നീടാണ് സ്ഥിരം അധ്യക്ഷനായിട്ട് ആരെ തെരഞ്ഞെടുക്കുന്നത്? രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നത്. ആ ഡിസംബർ 11-നാണ്. അപ്പൊ ഡിസംബർ 9-നാണ് സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ആദ്യ സമ്മേളനം നടക്കുന്നത്. എവിടെ വെച്ചാ നടന്നേ? നമ്മുടെ പണ്ടത്തെ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ്. ആ പണ്ടത്തെ പാർലമെന്റ്, പഴയ പാർലമെന്റ് നിലവിൽ അറിയപ്പെടുന്ന പേരെന്താ? സംവിധാൻ സദൻ. ഇതാണ് സംവിധാൻ സദൻ. ഇപ്പം നമ്മുടെ പുതിയ പാർലമെന്റ് അറിയപ്പെടുന്ന പേരാണ് സൻസദ് ഭവൻ. പഴയ പാർലമെന്റ് അറിയപ്പെടുന്ന പേരാണ് സംവിധാൻ സദൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഹൗസ് എന്നുള്ള പേര്. ദേശീയ പതാക തയ്യാറാക്കിയ പിംഗളി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. ഏതാണ്? ഓപ്ഷൻ ഡി, ആന്ധ്രാപ്രദേശാണ്. അല്ലെങ്കിൽ നമുക്കത് എങ്ങനെയെങ്കിലൊക്കെ എഴുതിയെടുക്കാൻ പറ്റും. കാരണം പിംഗളി വെങ്കയ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലെ അവർ ഏകദേശം നമ്മൾ സദേൺ ഏരിയ ആയതുകൊണ്ട് കിട്ടിക്കോളും. അപ്പൊ ആന്ധ്രാപ്രദേശ് ഓർമ്മിച്ച് വെക്കുക. ഇനി താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അരയാൽ. എന്തായിരുന്നു ശാസ്ത്രീയ നാമം? ഫൈക്കസ് ബംഗാളെൻസിസ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ഈസി ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ തന്നെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈസിയാണ്, പക്ഷെ ആൻസർ ചെയ്യാൻ നോക്കുന്ന സമയത്തായിരിക്കും ചില ഓപ്ഷൻസിൽ നമുക്കത് കൺഫ്യൂഷൻ വരാം.
അതേപോലെ ചില ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും ആയിരിക്കില്ല. പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ടെന്ന് പറയുമ്പോൾ പതാക നിയമം പഠിച്ചിട്ടുണ്ടാവും, 3 ഭാഗങ്ങളുണ്ട്, ഏതൊക്കെയാ ഭാഗങ്ങൾ എന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. കഴിഞ്ഞിട്ടില്ല, ഇത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ടും കൂടെ ചെയ്യാം. അപ്പം കഴിഞ്ഞ ഒരു പ്രിലിംസിന്റെ എക്സാമിന് എനിക്ക് അത്ര വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം തന്നെ കോൾഡ് പിടിച്ചിട്ടാണുള്ളത്. സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എന്നാലാവുന്ന വിധം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രിലിംസിന് വേണ്ടിയുണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കാരണം സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക്